സക്സസ് ഈസ് എ ലോങ് ജേർണി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ വീട്ടിൽ ചെയ്യാം ആൻഡ് ഇന്ത്യൻ ആൻഡ് കൊറിയൻ സ്കിൻ കെയർ പാക്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കണ്ടല്ലേ. സോ ഇന്ന് വന്നിട്ട് തമ്മിലിൽ കണ്ടതുപോലെ തന്നെ അതിനേക്കാളും ഇന്ന് സ്കിൻ കെയർ ടിപ്പോ ബ്യൂട്ടി ടിപ്സോ ഒന്നും അല്ല, അതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നിയിട്ടില്ലേ, ഈ ഒരു കാര്യം കുറച്ച് മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ ഒരു തോട്ട്സും ചിന്തയൊക്കെ വരുമായിരിക്കും അല്ലേ. സോ അത്തരത്തിലുള്ള കുറച്ച് ടിപ്സും ഞാൻ റിയലൈസ് ചെയ്ത കുറേ കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതിൽ ഫസ്റ്റ് അറിയേണ്ട ഒരു ടിപ്പാണ്, നോട്ട് എവരി വൺ വിൽ ലൈക്ക് യു. ഈ ഒരു നോട്ട് എവരി വൺ വിൽ ലൈക്ക് യു എന്ന് പറഞ്ഞ ഈ ഒരു സെൻറ്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരെണ്ണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു റൂമിൽ ഒരു 25 അല്ലെങ്കിൽ ഒരു 10 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 10 പീപ്പിളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഫോൾസ് എക്സ്പെക്ടേഷൻസ്. അതായത് നമുക്ക് മറ്റുള്ളവരോടുള്ള ഫോൾസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അങ്ങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വളരെ നല്ലതാണ്. നമ്മുടെ കാര്യത്തിലോട്ട് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നമുക്ക് പറ്റിയിട്ടുള്ള 2-3 പേരുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമുക്ക് അവരോടുള്ളതുപോലെ ആയിരിക്കണമെന്നില്ല. അവർ നമ്മളോടുള്ള ബിഹേവിയർ ചിലപ്പോൾ നമ്മളോട് അവർക്ക് എൻവി കാണാമായിരിക്കാം. ചിലപ്പോൾ അവർ നമ്മളൊരു മത്സര ബുദ്ധിയോടെ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്ന രീതിയിലായിരിക്കത്തില്ല. മേ ബി വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് കാണാം. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്ററാണ് ആപ്റ്റായിട്ടുള്ള 1-2 പേരെ ചൂസ് ചെയ്യുന്നത്. അതും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ ഗ്രോത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ടോക്സിസിറ്റി ആൻഡ് ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഈ പോയിന്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഞാൻ ഈ പറഞ്ഞത്. കട്ട് ഓഫ് സർട്ടൺ പീപ്പിൾ ഇൻ യുവർ ലൈഫ്. അതായത് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എല്ലാവരും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണം എന്നില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. പക്ഷേ എന്തെങ്കിലും ലൈഫിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാകും ഇത് നമുക്ക് ആപ്റ്റായിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നെഗറ്റിവിറ്റി കിട്ടുന്നു, ടോക്സിസിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു റിലേഷൻ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ എനി ഏതൊരു റിലേഷൻഷിപ്പ് ആകട്ടെ, അതങ്ങ് കട്ട് ചെയ്യുക. ആരാണ് നമുക്ക് ഈ നെഗറ്റിവിറ്റി തരുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. ആൻഡ് ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ലത് മാത്രമേ വരത്തുള്ളൂ, നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഗുഡ് ഡിസിഷൻ എടുക്കുന്നു, അവർക്ക് നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്കിപ്പോൾ അസൂയയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിൽ സന്തോഷിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതായിരിക്കും നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ. ആൻഡ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, നോ വൺ ഈസ് കമ്മിങ് ടു റെസ്ക്യൂ യു. അതെ, ആരും നമ്മളെ പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ പോകുന്നില്ല. ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ മടിയാണ്. മടി മാറ്റി വെക്കുക എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് നമുക്ക് മനസ്സിലുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്നതോ വർക്കൗട്ട് ചെയ്യുന്നതോ ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നതോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് കാര്യങ്ങളും ചെയ്യുന്നതോ വളരെ ബെറ്റർ ആയിരിക്കും. സോ രാവിലെ ഫോർ എക്സാമ്പിൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അത് നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ അലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ എഴുന്നേൽക്കണം. ഇപ്പോൾ ജിമ്മിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പുഷ് ചെയ്ത് പോകുക, ആ മടി അവിടെ മാറ്റി വെക്കുക. അതായത് യു ഹാവ് ടു പുഷ് യുവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ആരും വന്ന് നമുക്കത് ചെയ്തു തരും അല്ലെങ്കിൽ നമ്മളെങ്ങനെ പുഷ് ചെയ്യും എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിൽ തന്നെ ഉള്ള വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക, പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത്. അതെൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നൗ ഓർ നെവർ. സോ ഞാൻ അത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പുഷ് യുവർ സെൽഫ്, അത് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ടിപ്പാണ്, യു നീഡ് ടു ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ഫൈനാൻസസ്. അതെ, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കണം. എനിക്ക് കുറേ തെറ്റുകൾ അതിൽ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മണി ഏൺ ചെയ്യണമെങ്കിൽ നമ്മളൊരു വേ കണ്ടെത്തുക, നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ പാഷനോ അല്ലെങ്കിൽ പ്രൊഫഷനോ എന്തോ ആകട്ടെ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ആൻഡ് നമ്മുടെ ഫിനാൻഷ്യൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് എന്താണോ ചെയ്യേണ്ടതായിട്ടുള്ള വേസ് അത് ചൂസ് ചെയ്യുക, വൈസായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം കാശുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കുറേ ആൾക്കാരൊക്കെ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തുക. ആൻഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ്സും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടേത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വേ മസ്റ്റായിട്ട് കണ്ടുപിടിക്കുക, മടി പിടിക്കരുത്. അടുത്തുള്ളൊരു ടിപ്പാണ് ബി ഡിസിപ്ലിൻ. അതെ, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. ഈവൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക, ഒരു ഡിസിപ്ലിനറി ആക്ഷനിലോട്ട് പോവുക. അതായത് എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്നൊരു ആക്ഷൻ മാറ്റി നിർത്തിയിട്ട്
നമുക്ക് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന രീതിയിൽ പോവുക. ഈ ഒരു ബി ഡിസിപ്ലിനിൽ നമ്മുടെ ഈ ഗോളും അതിനുള്ള വർക്ക്സും മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡെയിലി റുട്ടീനും ഹെൽത്ത് കെയറും നമ്മുടെ ബോഡി കെയറും നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടുള്ള കെയറും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മടിയുടെ കാര്യം പറഞ്ഞു, നമ്മളെ ആരും റെസ്ക്യൂ ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞു, നമ്മളെ പുഷ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡിസിപ്ലിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെറ്റർ റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓരോ പേഴ്സണിനും അവരവർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. സോ അതിനനുസരിച്ച് ഒരു റുട്ടീൻ പ്രിപ്പയർ ചെയ്യുക, അതിൽ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോവുക. പുതിയതായിട്ടൊരു ഗോൾ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടും ഫാസ്റ്റ് റിസൾട്ടും ആയിരിക്കും കിട്ടണേ. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും ഡിസിപ്ലിനായിട്ട് നമുക്ക് വേണമെന്ന രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അതാണ് ഏറ്റവും കൂടുതൽ ബെറ്ററും ഏറ്റവും കൂടുതൽ ലൈഫ് ഗ്രോത്തും ഉണ്ടാക്കുന്നത്. നെവർ ഓപ്പൺ യുവർ ഹോൾ സ്റ്റോറി ടു എനിവൺ. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്കുണ്ട് ഇതുവരെയുള്ള ലൈഫിൽ. ഇനി നമുക്ക് ഒരുപാട് പ്ലാൻസും ഉണ്ട്. എല്ലാ ആൾക്കാർക്കും ഓരോ ലൈഫ് സ്റ്റോറീസ് കാണും. അവർ പാസ് ചെയ്ത് വന്ന ഒരുപാട് കാര്യങ്ങൾ കാണും, സ്ട്രഗിളിങ് കാണും, ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം കാണും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോൾ സ്റ്റോറി, നമ്മുടെ ഒരു കാര്യവും മറ്റുള്ളവരുമായിട്ട് ഫുള്ളി അങ്ങ് ഷെയർ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂസ് വരാം. നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഓരോ ആൾക്കാരും നമ്മൾ തിരിച്ച് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മളല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറി നമ്മളിപ്പോൾ ഒരാളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇൻ ഫ്യൂച്ചർ അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പണായിട്ട് മാറാനും അതിൽ ചാൻസ് ഉണ്ട്. നമ്മുടെ സീക്രട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറീസ്, നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. എല്ലാവരുമായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയരുത്. സോ നെവർ ഓപ്പൺ യുവർ ഹോൾ സ്റ്റോറി വിത്ത് എനിവൺ. നെക്സ്റ്റ്, ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. അതെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതായത് ഇപ്പോൾ കുറച്ച് ഗോൾ അച്ചീവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ വിൽ ബി ഹാപ്പി വെൻ ഐ ലോസ് മൈ വെയ്റ്റ്, അല്ലെങ്കിൽ ഐ വിൽ ബി ഹാപ്പി വെൻ ഐ ഏൺ ലോട്ട് ഓഫ് മണി. ഫോർ എക്സാമ്പിളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്നും നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. അത് ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അഭിപ്രായം ഒരിക്കലും എടുക്കരുത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ആരോടത്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നെങ്കിൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്താണോ റൈറ്റായിട്ട് തോന്നുന്നത് ആ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിസിഷൻ നിങ്ങളുടേത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പീനിയൻ നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് യുവർ നെക്സ്റ്റ് മൂവ്മെൻറ്റ്. നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലൊക്കെ ഈ ഒരു സംഭവം ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്, അതായത് നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ആരോടും പറയരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മളുടെ ഗ്രോത്തിലും നമ്മുടെ സക്സസ്സിലും ഹാപ്പിനെസ്സിലും സന്തോഷം ഉള്ളവരായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളവർ അറിയുക അല്ലെങ്കിൽ അറിയട്ടെ. അത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്നു എന്ന് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. കോൺസെൻട്രേറ്റ് യുവർ ഓൺ ഒപ്പീനിയൻ ആൻഡ് യുവർ ഓൺ പാത്ത്. ഓക്കെ, അടുത്തതാണ് സ്റ്റോപ്പ് സേയിങ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. അതെ, ഇത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിനത്ര പോരാ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനത്ര പോരാ, ഞാനിത് ചെയ്യാൻ അത്ര എനിക്ക് പറ്റുന്നില്ല, ഇപ്പോൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യം മറ്റുള്ളവരടുത്ത് പറയരുതെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, പക്ഷേ നമ്മുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിനത്ര ഞാൻ ആപ്റ്റ് അല്ല എന്ന് തോന്നുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം എനിക്കത് അറിയില്ലെങ്കിൽ ഓക്കെ, ഞാനതൊന്ന് പഠിച്ച് നോക്കട്ടെ എന്നൊരു തോട്ട് വന്നിട്ട് അതൊന്ന് പഠിച്ച് നോക്കുക. അതൊന്ന് അറിയാൻ ശ്രമിക്കുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. ആൻഡ് ഇതാണ് നമ്മുടെ ലൈഫിൽ വരുന്നതിൽ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു തോട്ടാണിത്. എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. സോ അതിനെ അപേക്ഷിച്ച് എനിക്കത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അതറിയില്ലെങ്കിൽ അതിന് ഞാൻ ലേൺ ചെയ്തിട്ട് ഞാനത് ചെയ്യും എന്ന രീതിയിൽ മുന്നോട്ട് പോവാം. അടുത്തത്, ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ്. അതെ, ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ സക്സസ്, നമ്മുടെ ലൈഫ് ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് വരാം. ആ ചേഞ്ചസ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള ടേണിംഗ് പോയിന്റ്സ് വരാം. അത് ഓരോരുത്തരെ അപേക്ഷിച്ച് ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ചേഞ്ചസ് ആണ്. ആ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ അത് എടുക്കാനായിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേൺ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പൊളൈറ്റായിട്ട് കുറേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു, അത്
പെട്ടെന്ന് എല്ലാവർക്കും സഡൻ റിസൾട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗ്രോത്ത് കിട്ടണം എന്നില്ല. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രോത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. സക്സസ് ഈസ് എ ലോങ് ജേണി. അതായത് നമ്മുടെ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. സോ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ചില കാര്യങ്ങൾ ഫെയിലായി പോവുകയാണെങ്കിലും അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിനോട് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ചേഞ്ചസ് എടുക്കാനും വർക്കിലാകട്ടെ ലൈഫിലാകട്ടെ പുതിയ ചേഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്സ് വരുമ്പോൾ അത് എടുക്കാനായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്ത് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് മുന്നോട്ട് പോവാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അതെ, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടൈം ആയിട്ടില്ല, പെർഫെക്റ്റ് ടൈം വരട്ടെ അപ്പോൾ ഞാൻ അത് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്കിപ്പോൾ ഒരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ആ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടൈമിന് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് കിട്ടുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ടൈമാണ് വേസ്റ്റ് ആയി പോകുന്നത്. എല്ലായ്പ്പോഴും നമുക്കിപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നില്ല. സോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ടൈമിൽ അത് മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. സോ സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യുവർ തോട്ട്സ്. അതായത് യുവർ തിങ്കിങ് ഡിറ്റർമൈൻസ് യുവർ ഔട്ട്കം. അതെ, നമ്മൾ എന്താകണം അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ എന്തായി തീരണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോങ് ആയിട്ടുള്ള ഡിസിഷൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിലുള്ള റോങ് ആയിട്ടുള്ള ഡിസിഷൻസ്, ലൈഫ് ഡിസിഷൻസ്, കരിയർ ഡിസിഷൻസ് റോങ് ആയിട്ട് തെറ്റായിട്ടുള്ളത് എടുത്ത് ലൈഫ് കുളമാക്കാണ്ട് നിങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് റൈറ്റ് പാത്തിൽ റൈറ്റ് ഔട്ട്കം ആയിട്ട് മുന്നോട്ട് പോവാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മളോട് മാത്രമേ ഉള്ളൂ. വേറെ മറ്റു പേഴ്സൺസ് ഇപ്പോൾ എനി അതർ റിലേഷൻഷിപ്പ് എന്തിലാകട്ടെ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് നമ്മളോട് മാത്രമുള്ള ലവാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ സെൽഫ് കെയറും സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ഗ്രോത്തും എല്ലാം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് ചിന്തിച്ച് ചെയ്യുവാണെങ്കിൽ മുകളിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെയോ സെൽഫ് ലവിനെയോ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി വിടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ്. ആൻഡ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരുപാട് റിയലൈസേഷൻസും കാര്യങ്ങളും എൻ്റെ തോട്ട്സും ഒക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ആൻഡ് നിങ്ങളുടെ റിയലൈസേഷൻസ് എന്താണെന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ ആൻഡ് ഫേഷ്യൽ ടിപ്സ് ആണ്. ഫേഷ്യൽ വീഡിയോസ് ആയിരിക്കും. ആൻഡ് അതിന് പുറമെ കുറച്ച് സർപ്രൈസ് വീഡിയോസും വരുന്നുണ്ട്. And if you like this video, please do like, share and subscribe my channel. Then bye bye.